ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഉത്തമഗീതം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. പാറയുടെ പിളർപ്പിലും കടും തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിൻ്റെ മുഖം ഒന്ന് കാണട്ടെ, നിൻ്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ സമയത്തിനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ മുൻനാമത്തിൽ തന്നെ ആമേൻ. വളരെയധികം സുപരിചിതമായിരിക്കുന്ന ഒരു ചിന്ത. ഉത്തമഗീതം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. കാന്തി വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത്. പാറയുടെ പിളർപ്പിലും കടും തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിൻ്റെ മുഖമൊന്ന് കാണട്ടെ, നിൻ്റെ സ്വരം കേൾക്കണം, എനിക്ക് ആഗ്രഹമാണ്. ഇതൊരു ആഹ്വാനമാണ്, ഇതൊരു വിളിയാണ്, ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരിക്കുന്ന ശബ്ദമാണ്. പാറയുടെ പിളർപ്പിലും കടും തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന പ്രാവ്. ഇതിൻ്റെ പശ്ചാത്തല ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഒത്തിരി വേദഭാഗങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ലേവ്യ പുസ്തകം എടുത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം, കുഷ്ഠരോഗിയായിരിക്കുന്നൊരു മനുഷ്യൻ സൗഖ്യത്തിനായി മഹാപുരോഹിതൻ്റെ അടുക്കൽ വരുമ്പോൾ മഹാപുരോഹിതൻ 2 പ്രാക്കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വന്നിട്ട് 2 കിണ്ണമെടുത്ത് 2 പാത്രമെടുത്ത് ആ പാത്രത്തിലുള്ള വെള്ളത്തിൽ 2 പ്രാക്കുഞ്ഞുങ്ങളെയും ശാന്തമായി ആ പുരോഹിതൻ കഴുകി വൃത്തിയാക്കും. തുടർന്ന് വെള്ളം കമഴ്ത്തി കളഞ്ഞ ശേഷം ഒരു പ്രാവിനെ തൻ്റെ ബലിഷ്ഠമായ കയ്യിലേക്ക് എടുത്തിട്ട് കഴുത്തറുക്കാൻ തുടങ്ങും. ആ പ്രാവിൻ്റെ കഴുത്ത് അറുക്കുമ്പോൾ ഓരോ തുള്ളി ചോരയും ആ പാത്രത്തിലേക്ക് വീഴും. അവസാനത്തെ തുള്ളി രക്തവും ആ പാത്രത്തിൽ വീണ് കഴിയുമ്പോൾ ചേതനയറ്റ നിർജീവമായിരിക്കുന്ന ആ പ്രാവിനെ പുരോഹിതൻ ദൂരെ കൊണ്ടുപോയി എറിഞ്ഞു കളയും. പേടിച്ചും വിറച്ചും ഭയന്ന് നിൽക്കുന്നതായിരിക്കുന്ന ഇണപ്രാവുണ്ട് അവിടെ. തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ കൂടപ്പിറപ്പ് പെടഞ്ഞു മരിച്ചത് താൻ കണ്ടതാണ്. പെടഞ്ഞു മരിച്ച് കണ്ടതായിരിക്കുന്ന ആ പ്രാവ് ഭീകരമായിരിക്കുന്ന അന്തരീക്ഷം കണ്ട് ഭയന്ന് ആകുലമായിരിക്കുന്നു. ഈ പ്രാവിനെ ആദ്യത്തെ പ്രാവിൻ്റെ രക്തത്തിൽ ഒന്ന് മുക്കി അതിന് നിറം മാറ്റും. നിറം മാറ്റിയ ശേഷം ഈ പ്രാവിനെയും ഈ രക്തവും എടുത്ത് വളരെ ഭയഭക്തിയോടുകൂടി ദൂരം കൊണ്ടുപോകും. പാളയത്തിന് പുറത്തു കൊണ്ടുപോയി വെച്ച് അവിടെ വളരെ ശാന്തമായൊരു അന്തരീക്ഷത്തിൽ ഈ പ്രാവിനെ ഈ പുരോഹിതൻ ദൂരത്തേക്ക് പറത്തിവിടും. പറത്തിവിട്ട ശേഷം ആദ്യത്തെ പ്രാവിൻ്റെ രക്തത്തിൽ ഈസോപ്പിൻ്റെ തണ്ടെടുത്ത് ഈ രക്തത്തിൽ മുക്കി ഈ കുഷ്ഠരോഗിയുടെ മേൽ തളിക്കും. കുഷ്ഠരോഗി സൗഖ്യമാവുകയും ചെയ്യുന്നു. കുഷ്ഠരോഗി സൗഖ്യമാകുമ്പോൾ വലിയ മുഴക്കമുണ്ടാക്കും. ഈ മുഴക്കവും ആദ്യത്തെ പ്രാവിൻ്റെ മരണവും കണ്ട് പേടിച്ച് വരണ്ട് ആണ് ഈ പ്രാവ് പറന്നു പോകുന്നത്. അതിനുശേഷം ശത്രു അടുക്കാത്ത, ദുഷ്ടൻ അടുക്കാത്ത ഒരു ഭയങ്കരമായിരിക്കുന്ന സുരക്ഷിതമായിരിക്കുന്ന സ്ഥാനത്ത് ഈ പ്രാവ് ചെന്ന് ഇരിക്കും. അങ്ങനെയാണ് ഈ പ്രാവ് പാറയുടെ പിളർപ്പിലിരിക്കുന്നത്. ആ പ്രാവിനെ കണ്ടിട്ടാണ് പറയുന്നത്, പാറയുടെ പിളർപ്പിലും കടും തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, ഞാൻ നിൻ്റെ മുഖമൊന്ന് കാണട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ആ സംഭവം പ്രസംഗിപ്പാനല്ല ഇന്നത്തെ ചിന്ത. ശാന്തമായി ചിന്തിച്ചു വരുമ്പോൾ ഈ പ്രാവിരിക്കുന്ന പാറയ്ക്ക് ചില സവിശേഷതകളുണ്ട്. പാറയുടെ പിളർപ്പിലും കടും തൂക്കിൻ്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ,
എന്താണ് ഈ പാറയുടെ പ്രത്യേകത? ഈ പാറ മഹത്വത്തിൻ്റെ പാറയാണ്. ഈ പാറ നീല നിറമുള്ള പാറയാണ്. നീല നിറം ആകാശത്തെ കാണിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ കാണിക്കുന്നു. സ്നേഹമുള്ള, രക്ഷയുടെ സന്തോഷമുള്ള ദൈവ മക്കളെ, നമുക്കുള്ളത് ഈ പാറയിൽ അഭയം കണ്ടെത്തുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഈ പാറയിൽ സ്ഥാനം കണ്ടെത്തുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ദൈവമക്കൾ അറിഞ്ഞിരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ലാത്തതുകൊണ്ട് ഈ പാറയിൽ തന്നെ അഭയം കണ്ടെത്താൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്ന പാറ. ആരാണ് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുന്നത്? മാർത്തയോട് യേശു പറഞ്ഞു ഒരിക്കൽ, മാർത്തേ, മാർത്തേ, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. മർമ്മങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നു. അപ്പോൾ ഈ പാറ വിശ്വാസിക്കുള്ള പാറയാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. വിശ്വാസിയുടെ പാറയാണിത്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അവകാശം കൊടുത്തിട്ടുണ്ട്. അർത്ഥം, ഈ പാറ ദൈവമക്കളുടെ പാറയാണ്. ഈ പാറ അനുഗ്രഹത്തിൻ്റെ പാറയാണ്. ഈ പാറ മഹത്വത്തിൻ്റെ പാറയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവ് അതിനകത്ത് അഭയം പ്രാപിച്ചു. വളരെ വിനയത്തോടെ പറയട്ടെ, വളരെ സ്നേഹത്തോടെ പറയട്ടെ, യേശു ക്രിസ്തു ആകുന്ന തുറക്കപ്പെട്ട, പിളർക്കപ്പെട്ട പാറയിൽ നമുക്ക് അഭയം കണ്ടെത്താം. ഈ പാറയിൽ അഭയം കണ്ടെത്തിയാൽ ഇതിലെന്നും സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, നീരുറവയുടെ ഒരു പാറയാണ് ഈ പാറ. ഇയ്യോബിൻ്റെ പുസ്തകം 28-ാം അധ്യായം 6-ാമത്തെ വാക്യം തുടർന്ന് വായിച്ചു വരുമ്പോൾ രണ്ടാമത് അവിടെ കാണുന്നത് കനകപ്പൊടിയും അതിനകത്തുണ്ട് എന്നാണ്. ഈ പാറയുടെ രണ്ടാമത്തെ പ്രത്യേകത, ഇത് പൊടിഞ്ഞ പാറയാണ്, ഇത് നുറുങ്ങിയ പാറയാണ്, ഇത് തകർന്ന പാറയാണ്. ക്രൂശുകളുടെ മധ്യത്തിൽ, ചരിത്രത്തിൻ്റെ മധ്യത്തിൽ, അഖിലാണ്ടത്തിൻ്റെ മധ്യത്തിൽ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഒത്ത നടുവിൽ അവസാനത്തെ തുള്ളി രക്തവും മാനവരാശിക്ക് വേണ്ടി ചെലവഴിച്ച് അതിനകത്ത് നിന്ന് ഒഴുകിയ രക്തത്താൽ രക്ഷ തന്ന പൊടിഞ്ഞു നുറുങ്ങിയ ഒരു പാറയാണ് ഈ പാറ. തലയോട്ടിയിൽ മുൾക്കിരീടം അടിച്ച് ഇത് നുറുക്കിക്കളഞ്ഞപ്പോൾ, ഇതിനെ തകർത്തപ്പോൾ, വേദപുസ്തകം പറയുന്നത് നമുക്കറിയാം, തലയോട്ടി പൊട്ടി, തലച്ചോറ് ചിതറി, അങ്ങനെ നുറുങ്ങിയ ഒരു പാറയാണ് ഈ പാറ. അതുകൊണ്ട് ഇതിനകത്ത് അഭയം കൊള്ളാം. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നൻ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം അവൻ ദരിദ്രനായി തീർന്നു. അവൻ പൊടിഞ്ഞു, അവൻ നുറുങ്ങി, അവൻ നമുക്ക് വേണ്ടി ഇല്ലാതെയായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നുറുങ്ങുന്നിടത്താണ് അനുഗ്രഹം. അതുകൊണ്ടാണ് 51-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നുറുങ്ങണം. പൊടിയുന്നിടത്താണ് അനുഗ്രഹം. നമുക്കറിയാം, പ്രവാചകൻ കടന്നു ചെന്നപ്പോൾ ദേശത്ത് ക്ഷാമമെന്ന് നിലവിളിച്ചു. ജനം വളരെ സന്തോഷത്തോടുകൂടി, വളരെ മാനസികമായ തൃപ്തിയോടുകൂടി പ്രവാചകൻ പറഞ്ഞു, ക്ഷാമം ഭയപ്പെടേണ്ട, നിങ്ങൾ പായസം ഉണ്ടാക്കിക്കൊള്ളുക. പായസം ഉണ്ടാക്കാൻ അവർ പാത്രമടപ്പത്ത് വെച്ചപ്പോൾ, പായസം ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തി പേച്ചുര പറച്ച് അതിനകത്തിട്ടു. പായസം പാകമായി വെന്തു. കഴിക്കാൻ തുടങ്ങിയപ്പോൾ മരണം പിടികൂടുകയാണ്. എല്ലാവരും പൊട്ടിക്കരഞ്ഞിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചക, കലത്തിൽ മരണം, കലത്തിൽ മരണം. ശാന്തമായി പ്രവാചകൻ എന്താ പറഞ്ഞത്? ഒരു പിടി മാവ് കൊണ്ടുവരാൻ പറഞ്ഞു.
മാവ് എന്ന് പറയുന്നത് ഒരു ധാന്യം പൊടിച്ചതാണ്, ഒരു ധാന്യം പൊടിഞ്ഞതാണ്. പൊട്ടിഞ്ഞ ഒരു കുത്തു മാവ് ആ കലത്തിലേക്ക് ഇട്ടപ്പോൾ അവിടെ മരണം മാറിപ്പോയി. മരണത്തിൽ നിന്നും ജനം രക്ഷപ്പെട്ടു. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നുറുങ്ങിയത് നിമിത്തം നാം പാപമരണത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചു. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടപ്പോൾ നമ്മൾ സമ്പന്നനായി തീർന്നു. പൊടിഞ്ഞ പാറ, നുറുങ്ങിയ പാറ. ഇന്ന് രാത്രികാലം ദൈവമക്കളെ, നുറുങ്ങണം നമ്മൾ, ഒതുങ്ങണം നമ്മൾ, വിനയപ്പെടണം നമ്മൾ. കുടുംബത്തിൽ അതുണ്ടായിരിക്കണം. കുടുംബത്തിൽ പരസ്പരം ഒതുങ്ങണം, കുടുംബത്തിൽ പരസ്പരം നുറുങ്ങണം, കുടുംബം പരസ്പരം ഉൾക്കൊള്ളണം, വിനയപ്പെടണം, നുറുങ്ങിയമായ ഹൃദയത്തോടെ ഇരിക്കണം. അപ്പോൾ തന്നെ സമാധാനം കിട്ടും. ഈ പാറ നുറുങ്ങിയ പാറയാണ്. ഒത്തിരി കുടുംബങ്ങൾ അസ്വസ്ഥതയുടെ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പരസ്പരം ഒതുങ്ങാൻ മനസ്സില്ല, പരസ്പരം വിനയപ്പെടാനും മനസ്സില്ല. 4 തരത്തിലുള്ളതായ കുടുംബത്തെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ ഞാൻ പണ്ട് വായിച്ചതായിട്ട് ഓർക്കുന്നു. ഒന്നാമത്തെ ഫാമിലി, ഒന്നാമത്തെ കുടുംബത്തെ അദ്ദേഹം പേര് വിളിക്കുന്നത് ടൈഗർ ഫാമിലി എന്നാണ്. ടൈഗർ എന്ന വാക്കിൻ്റെ അർത്ഥം കടുവ, പുലി എന്നൊക്കെയാണല്ലോ. ആ വീട് കടുവയുടെ സ്വഭാവമുള്ള ആളുകൾ താമസിക്കുന്ന വീടാണ്. ഗർജിക്കുകയാണ്, വളരെ അലറുകയാണ്. ഭീകര മുഖത്തോടു കൂടി ഭർത്താവ് ഭാര്യയോട് സംസാരിക്കും, ഭാര്യ തിരിച്ച് ഗർജിക്കും, മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗർജിക്കും. മൊത്തത്തിൽ ഒരു കടുവ കുടുംബം, ടൈഗർ ഫാമിലി. ആ കുടുംബം ഒരിക്കലും നുറുങ്ങുന്നില്ല, ആ കുടുംബം ഒരിക്കലും വിനയപ്പെടുന്നില്ല, ആ കുടുംബം ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ മാതൃക കണ്ടെത്തുന്നില്ല, അവരൊരിക്കലും സമാധാനം കണ്ടെത്തുന്നില്ല, അവർക്ക് വിനയപ്പെടാൻ കഴിയില്ല, അവർക്ക് നുറുങ്ങാൻ കഴിയുന്നില്ല, അവർക്ക് പൊടിയാൻ കഴിയുന്നില്ല, അവർക്ക് തന്നെത്താൻ താഴാൻ സാധിക്കുന്നില്ല. ഭാര്യ ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറില്ല, ഭർത്താവ് ഒട്ടും തയ്യാറില്ല. അങ്ങനെ പരസ്പരം ഗർജിക്കുന്ന എന്തടാ ഏതടാ. ആ കുടുംബത്തിൻ്റെ പേരാണ് ടൈഗർ ഫാമിലി. വന്ന പാടെ അങ്ങ് ഗർജിക്കുകയാണ്. അവിടെ പോയി ധാത്ര വൈകിയത് അങ്ങനെയാണോ ഇങ്ങനെയാണോ പരസ്പരം ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. രണ്ടാമതൊരു കുടുംബത്തിൻ്റെ പേരാണ് ഹെലികോപ്റ്റർ ഫാമിലി എന്നാണ് അതിന് പറയുന്നത്. ഹെലികോപ്റ്റർ എന്ന് പറയുന്ന ഉയരങ്ങളിൽ പറക്കുന്ന ഒന്നാണ്, ഉന്നതങ്ങളിലാണത്. ചില കുടുംബത്തിൻ്റെ അംഗങ്ങൾ പൊങ്ങച്ചം മാത്രമേ ഉള്ളൂ, വലിയ വലിയ കാര്യങ്ങളെ പറയത്തുള്ളൂ. കല്യാണം കഴിച്ചുകൊണ്ട് വന്നാൽ പ്രിയപ്പെട്ട മരുമകൾ ആദ്യം പറയുന്നത് ഒരു 2 ദിവസം കഴിയുമ്പോഴേക്ക് ചോദിക്കും, ഇതെന്നാ വീടാ, ഇതെന്നാ കുടുംബമാ, ഇങ്ങനെയാണോ വീട്? ഞങ്ങളുടെ വീട്ടിൽ ആനയുണ്ടായിരുന്നു, കൊതുകുണ്ടായിരുന്നു, അങ്ങ് തുടങ്ങുകയാണ് പൊങ്ങച്ചം. അപ്പോൾ ഭർത്താവും അതുപോലെ തന്നെ, നിൻ്റെ വീട് എന്നാ, ഇതെന്നാ വീട്, നീ ഇങ്ങനെ വീട് കണ്ടിട്ടുണ്ടോ? സ്വയം പ്രശംസിക്കുക. ഇത് കുടുംബമാണ്. ഈ കുടുംബത്തിൻ്റെ പേരാണ്, സന്തോഷത്തോടെ പറയട്ടെ, ഹെലികോപ്റ്റർ ഫാമിലി. അങ്ങനെയല്ല സ്നേഹിത വേണ്ടത്. പരസ്പരം സമാധാനമായി സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാവുന്ന, നാട്ടുനടപ്പുള്ള, പ്രാവർത്തികമായിരിക്കുന്ന, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുക. നീ നിൻ്റെ പ്രശംസയും നീ ഇന്ന ആളാണെന്നും നീ പഴയ കാലഘട്ടം മുതൽ ഉയർന്നവനാണെന്നും അങ്ങനെയുള്ളതായിരിക്കുന്ന സ്വയം പ്രശംസ ഒരിക്കലും കുടുംബത്തിൽ നുറുങ്ങിയ അനുഭവം തരികയില്ല എന്ന് ഓർത്തുകൊള്ളണം. അച്ഛൻ രണ്ടാമത്തെ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് ഹെലികോപ്റ്റർ ഫാമിലി എന്നാണ്. വലിയ വലിയ കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അതുകൊണ്ട് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല, പരസ്പരം അംഗീകരിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ വലിയ സ്റ്റാൻഡിൽ, ഇവരുടെ വലിയ സ്റ്റാൻഡിൽ പരസ്പരം ഇറങ്ങി വരാൻ സാധിക്കുന്നില്ല. മൂന്നാമത്തെ കുടുംബത്തിൻ്റെ പേരാണ് ബുൾഡോസർ ഫാമിലി. ഈ ബുൾഡോസർ ഫാമിലി എന്ന് പറയുന്നാൽ അടിച്ചമർത്തുക. ബുൾഡോസർ വെച്ച് അങ്ങ് അടിച്ചാൽ എല്ലാം ഒന്നുങ്ങിപ്പൊക്കോണം, ഒന്നും തല പൊക്കരുത്. അപ്പോൾ ചില വീടുകളിൽ അങ്ങനെയുണ്ടൊരു ബുൾഡോസർ ഫാമിലി ഉണ്ട്. മിണ്ടിപ്പോരുത്, അനങ്ങിപ്പോരുത്, കൊല്ലും ഞാൻ തിന്നും ഞാൻ, ഇങ്ങനെ പരസ്പരം പറഞ്ഞ് ഒതുക്കി വിടുന്ന ഒരു കുടുംബമുണ്ട്. ഭർത്താവ് വന്ന ഉടനെ ഭാര്യ എന്തെങ്കിലും അറിയാൻ ശ്രമിച്ചാൽ മിണ്ടരുത്, മനസ്സിലാക്കിയിട്ടുണ്ട്, അനങ്ങിപ്പോരുത്, പറയുന്നത് കേട്ടാൽ മതി, അനുസരിച്ചോണം, അല്ലെങ്കിൽ ഞാൻ അങ്ങ് തുടങ്ങുകയാണ്. തിരിച്ച് ചില ഭാര്യമാരും ഭർത്താക്കന്മാരോട് നിങ്ങളോട് പറയണ അങ്ങനെ കേട്ടാൽ മതി, ഒത്തിരി കാര്യങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കരുത്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങുകയാണ്. അതിൻ്റെ പേര് ബുൾഡോസർ ഫാമിലി എന്നാണ്. പിള്ളേരോട്, മക്കളോട് മാതാപിതാക്കന്മാർ പേടിപ്പിച്ച് വിറപ്പിച്ച്, മാർക്ക് ഒരു കൊച്ചിന്
ഔട്ട് ഓഫ് 50 50 മാർക്കിൽ 48 മാർക്ക് വാങ്ങിച്ച് ആ കൊച്ചു വന്നു. ആ സ്കൂളിൽ നിന്ന് ആ കുട്ടി വന്നു. ഉടനെ അമ്മ മാർക്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് 50 ഔട്ട് ഓഫ് 50 യു ഗോട്ട് ഓൺലി 48 വേർ 2 മാർക്ക്. എവിടെയാടാ 2 മാർക്ക്? 2 മാർക്ക് എവിടെ പോയടാ? എന്താടാ കിട്ടാഞ്ഞത്? 50 50 മേടിക്കാഞ്ഞത് എന്താടാ? അങ്ങ് തുടങ്ങുകയാണ്. ആ കൊച്ചു പറയാൻ വരുന്നുണ്ട്, മമ്മി മമ്മി മിണ്ടിപ്പോരുത്. മമ്മിയോ മിണ്ടുന്നത് നീ. അവസാനം ആ കുഞ്ഞു പറഞ്ഞു, എൻ്റെ പ്രാന്തി തള്ളേ, 2 മാർക്ക് ഞാൻ അത് കുറച്ച് കിട്ടുള്ളൂ. പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, പലപ്പോഴും പല വീടുകളും ഹെലികോപ്റ്റർ ഫാമിലിയാണ്, ചിലർ ബുൾഡോസർ ഫാമിലിയാണ്, ചിലർ ടൈഗർ ഫാമിലിയാണ്. നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ലെങ്കിൽ, നിങ്ങൾക്ക് പരസ്പരം വിനയപ്പെടാൻ കഴിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒതുങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ സന്തോഷം കുടുംബത്തിൽ അനുഭവിക്കാൻ സാധ്യമല്ലെന്ന് അച്ഛൻ പറഞ്ഞത്. നുറുങ്ങിയ ഹൃദയമായിരിക്കണം, പൊടിഞ്ഞ ജീവിതശൈലിയായിരിക്കണം, നമുക്ക് വിനയപ്പെടാൻ സാധിക്കണം, മറ്റൊരുത്തിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് ഒതുങ്ങിക്കൊടുക്കാൻ സാധിക്കണം. പൊടിഞ്ഞ നുറുങ്ങിയ ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല. 4മതൊരു ഫാമിലി, ആ ഫാമിലിയുടെ പേര് ഹെൻ ഫാമിലി എന്നാണ്. HEN, ഹെൻ. ഹെൻ മീൻസ് കോഴിപ്പിട എന്നാണ്. കോഴിപ്പിട തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ചേർക്കുന്നത് പോലെ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനാ വലയത്തിൻ്റെ കീഴിൽ ചേർത്തിരിക്കണം. ഭർത്താവിന് ഭാര്യ പ്രാർത്ഥനാ ചിറകിൻ്റെ കീഴിൽ വെക്കണം. ഭാര്യയെ ഭർത്താവ് പ്രാർത്ഥനാ വലയത്തിൽ നിർത്തിയിരിക്കണം. അങ്ങനെ പരസ്പരം ഒരു എൻ ഫാമിലിയായി ശത്രു അടുക്കാതെ ചിറക് വിരിച്ച് കോഴിപ്പിട തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ചേർക്കുന്നത് പോലെ വേണം മക്കളെയും ഭർത്താവിനെയും ഭാര്യയെയും പരസ്പരം കരുതാൻ. ഒരിക്കൽ യേശു യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്നിലേക്ക് അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ചേർക്കും പോലെ നിന്നെ ചേർക്കുവാൻ, നിന്റെ മക്കളെ ചേർക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം ഇനി നിങ്ങൾ എന്നെ കാണുകയില്ലെന്ന് യേശു സുവിശേഷത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? കോഴിപ്പിട കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ചേർക്കുന്നത് പോലെ വലിയൊരു മർമ്മമാണ്. പ്രാർത്ഥനാ വലയത്തിൽ നാം പരസ്പരം എല്ലാവരെയും കരുതണം. ബഹുമാനപ്പെട്ട അച്ഛൻ ഇടവകയിലെ മക്കളെ പ്രാർത്ഥനാ ചിറകിൻ്റെ കീഴിൽ ചേർക്കുമ്പോൾ ആ ഇടവക സുരക്ഷിതമാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ ഇടവക മക്കൾ പ്രാർത്ഥനാ വലയത്തിൽ വയ്ക്കുമ്പോൾ, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ ജീവിതം, ഇടവക ഭരണം സന്തോഷമായി തീരും. അഭിമന്യ തിരുമേനിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അഭിമന്യ തിരുമനസ്സിൻ്റെ ഇടയപാലനം അനുഗ്രഹമായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് 4 തരത്തിലുള്ള ഫാമിലി. ഇന്ന് രാത്രി ഓരോ വ്യക്തിയും ചോദിച്ചോണം, ഞാനൊരു ടൈഗർ ഫാമിലിയാണോ? എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട്, എൻ്റെ മക്കളോട് മനുഷ്യത്വരഹിതമായി വെറും മൃഗത്തെപ്പോലെ, കടിച്ചു കീറുന്ന സിംഹത്തെപ്പോലെ, കടുവയെപ്പോലെ ഞാൻ അലറാറുണ്ടോ? അയൽവക്കത്ത് എൻ്റെ പെരുമാറ്റം ഒരു ടൈഗർ ഫാമിലിയുടെ പെരുമാറ്റമാണോ? ഞാനൊരു ഹെലികോപ്റ്റർ ഫാമിലിയാണോ? അഹങ്കാരിയാണോ ഞാൻ? ഉയർന്ന കാര്യങ്ങളെ എനിക്കുള്ളൂ, ഉന്നത ഭാവമേ ഞാൻ പറയത്തുള്ളൂ. പൊങ്ങച്ചമെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ സ്വയം പ്രശംസ മാത്രമേ എനിക്കുള്ളൂ. ഞാനൊരു വെള്ളതേച്ച കല്ലറയാണോ? ഇത് ശാന്തമായി ഓരോ ദൈവമക്കളും ചിന്തിക്കണം. ഞാനൊരു ബുൾഡോസർ ഫാമിലിയാണോ? മറ്റൊരുത്തിനെ അംഗീകരിക്കാത്ത, അവരുടെ അഭിപ്രായം കേൾക്കാത്ത, ആരെയും മാനിക്കാത്ത, ആരെയും ഉൾക്കൊള്ളാൻ മനസ്സില്ലാത്ത, എൻ്റെ കാഴ്ചപ്പാട് മാത്രം നേരെ, മറ്റുള്ളവരെല്ലാം വളഞ്ഞവനാണ് എന്ന് വിചാരിക്കുന്നത് തെറ്റായൊരു കാര്യമാണ്. അതിൻ്റെ പേരാണ് ബുൾഡോസർ ഫാമിലി. ഏതെങ്കിലും ഒരു വ്യക്തിത്വ ജീവിതങ്ങൾ അതിനങ്ങനെ പോകുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ആരെയും അടിച്ചമർത്താൻ ശ്രമിക്കരുത്. എല്ലാവരും നിന്നേക്കാൾ ശ്രേഷ്ഠരാണെന്ന് വിചാരിച്ചു കൊള്ളണം. അവസാനത്തെ കുടുംബത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഹെൻ ഫാമിലി എന്നാണ്. HEN, ഹെൻ കോഴിപ്പിട എന്നാണ്. കോഴിപ്പിട ചിറക് വിരിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്താൽ പരുന്ത് പോലുള്ളതായിരിക്കുന്ന ശത്രുക്കളിൽ നിന്നും തൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും. അപ്പച്ചനും അമ്മച്ചിയും
രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിച്ച് പ്രാർത്ഥനാ ചിറകിൻ്റെ കീഴിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ കലാലയത്തിൽ ചെല്ലുമ്പോൾ, പള്ളിക്കൂടങ്ങളിൽ ചെല്ലുമ്പോൾ, പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരഭയം നിങ്ങളുടെ പ്രാർത്ഥനയായിരിക്കും. ആ പ്രാർത്ഥനാ വലയത്തിൽ ആ കുഞ്ഞുങ്ങൾ പഠിച്ചാൽ കിരാതകമായിരിക്കുന്ന, നീചമായിരിക്കുന്ന പ്രവർത്തന വലയത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പെടാതിരിക്കണം. പ്രാർത്ഥിച്ച് ദൈവമക്കൾ മനസ്സിലാക്കണം. ഓരോ ദൈവവചനം കേൾക്കുമ്പോഴും, ഓരോ ദൈവവചനം പഠിക്കുമ്പോഴും ദൈവമക്കൾ ചില ചിന്തകളാണ് പഠിക്കേണ്ടത്. ഞാൻ ശമ്മാസനായി ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു. പ്രസംഗത്തിൽ അന്ന് എൻ്റെ വിഷയം സക്കായിയുടെ മാനസാന്തരമായിരുന്നു. യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ സക്കായി താഴെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കർത്താവേ, ഞാൻ ആരോടെങ്കിലും അവിഹിതമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 1/4 വീതം തിരിച്ചു കൊടുക്കാമെന്ന് സക്കായി പറയുന്നതായ ഒരു വിഷയം ഞാൻ പ്രസ്താവിച്ചു. വളരെ ശാന്തമായി ഞാൻ പറഞ്ഞു, ഈ ദൈവവചനം കേട്ട് കഴിയുമ്പോൾ തിരുത്തേണ്ടത് നിങ്ങൾ തിരുത്തണം, ആകേണ്ടതുപോലെ നിങ്ങൾ ആകണം, ഉപേക്ഷിക്കേണ്ടത് നിങ്ങൾ ഉപേക്ഷിക്കണം, ഏറ്റുപറയേണ്ടത് നിങ്ങൾ ഏറ്റുപറയണം. അതാണ് ദൈവവചനം കേൾക്കുമ്പോൾ ആകേണ്ടത്. തൻ്റെ ലംഘനത്തെ മറയ്ക്കുന്നവന് ശുഭമില്ല, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനെ കരുണയുള്ളൂ. ഇതെല്ലാം പ്രസംഗിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ഭക്ഷണത്തിനും താമസത്തിനുമായി അവിടുത്തെ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് അച്ഛൻ എന്നെ പറഞ്ഞയച്ചു. ഞാൻ ഓർക്കുകയാണ്, ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ വീട്ടിലെ കുഞ്ഞ് മുറി അടച്ചിട്ടിരിക്കുകയാണ്. 4ാം ക്ലാസ്സിലെങ്ങാണ്ടാ പഠിക്കുന്നത്. മോൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. മോൻ അവിടെ ഉണ്ടച്ചോ, അവൻ എന്തോ എഴുതുകയും വായിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പതുക്കെ കതക് തുറന്നു നോക്കിയപ്പോൾ ആ കൊച്ചുമോൻ ഒരു വലിയ പെൻസിലെടുത്തിട്ട് ഓരോരോ കഷ്ണമായി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെറിയ ചെറിയ കഷ്ണങ്ങളായി. ഞാൻ ചോദിച്ചു, മോനെ, ഒന്നാന്തരം വലിയ പെൻസിൽ നീ എന്തിനാ അങ്ങനെ മുറിച്ച് കളയുന്നത്? നല്ല പ്രസംഗം കേട്ടിട്ട് ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. കുസൃതി മാറ്റിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് എടുത്ത വഴിക്കൊരു ചോദ്യം ചോദിച്ചു. ഇന്ന് നിങ്ങൾ പ്രസംഗിച്ച വിഷയം ശമാസൻ അറിയാമോ? ഞാൻ ഞെട്ടിപ്പോയി. ഈ കൊച്ചു ഭയങ്കര ചോദ്യമാണല്ലോ ചോദിച്ചത്. പ്രസംഗിക്കാൻ എളുപ്പമാ, നല്ല വാചകത്തിൽ കൃത്യമായി കണക്ക് കൂട്ടി പ്രസംഗിക്കാൻ എളുപ്പമാ, ജീവിക്കാനാണല്ലോ പ്രയാസം എന്നൊക്കെ എനിക്കങ്ങ് തോന്നിപ്പോയി. അച്ഛനെന്ന് പ്രസംഗിച്ച, ശമ്മാസനെന്ന് പ്രസംഗിച്ച വിഷയം ഓർമ്മയുണ്ടോ? അല്ല മോനെ, അതല്ല, നീ ഈ പെൻസിൽ മുറിച്ച് കളഞ്ഞതുകൊണ്ട് ഞാനൊന്ന് ഉപദേശിച്ചെന്നേ ഉള്ളൂ. അടുത്ത വിഷയമാവും പറഞ്ഞത്, അച്ഛൻ ശമ്മാസൻ്റെ പ്രസംഗം എനിക്ക് വളരെയധികം പ്രചോദനം ചെയ്തു. ഞാൻ ഈ പെൻസിലിങ്ങനെ ചെറിയ ചെറിയ മുറികളായി കഷ്ണങ്ങളായി മുറിക്കുന്നത്, ഖണ്ഡിക്കുന്നത് ഞാൻ എൻ്റെ കൂട്ടുകാരുടെ ഒത്തിരി മുറി പെൻസിൽ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ചെറിയ ചെറിയ പെൻസിൽ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം 4 കഷ്ണം വെച്ച് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചത് കൊണ്ടാണ് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. പ്രസംഗിച്ച മാന്തോട്ടമാണോ ഗുണപ്പെട്ടത്? കേട്ട കൊച്ചാണോ രക്ഷപ്പെട്ടത്? പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കുമ്പോൾ മാറ്റം വരണം. ദൈവവചനം കേൾക്കുമ്പോൾ ഹൃദയത്തിന് വ്യത്യാസം വരണം. ദൈവവചനം കേൾക്കുമ്പോൾ മാനസാന്തരമുണ്ടാകണം.